ശാസനങ്ങൾ മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ അഥവാ ശാസനങ്ങൾ. ചെമ്പുതകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളാണ് ചെപ്പേടുകൾ. വാഴപ്പിള്ളി ശാസനം റോമൻ നാണയമായ ദിനാറിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പുരാതന ലിഖിതമാണ് വാഴപ്പിള്ളി ശാസനം. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖയാണ്. വാഴപ്പിള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് രാജശേഖരവർമ്മൻ. മലയാള ലിപി കാണപ്പെട്ട ആദ്യത്തെ ശാസനവും വാഴപ്പിള്ളി ശാസനമാണ്. മാമ്പള്ളി ശാസനം മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് ശ്രീവല്ലഭൻ കോത. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണ് മാമ്പള്ളി ശാസനം. ചോക്കൂർ ശാസനം ദേവദാസികളെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണിത്. ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ച രാജാവ് ഗോദരവിവർമ്മൻ. ജൂതശാസനം പെരുമാൾ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തമായ ശാസനമാണിത്. ജൂതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മനാണ്. ജൂതപ്രമാണിയായ ജോസഫ് റബ്ബാന് 5 വണ്ണ സ്ഥാനവും ചുങ്കവും മറ്റു ചില നികുതികളും പിരിക്കാനുള്ള അവകാശവും 72 പ്രത്യേക അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ള ശാസനമാണ് ജൂതശാസനം. അശോകന്റെ 2ാം ശിലാശാസനം കേരളത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖയാണിത്. അശോകന്റെ ശിലാശാസനത്തിൽ കേരളത്തെ പരാമർശിക്കുന്ന പേരാണ് കേരളപുത്ര. പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിനു വേണ്ടി ഭൂമിദാനം ചെയ്യുന്നതായി പരാമർശിക്കുന്ന ശാസനമാണ് പാലിയം ശാസനം. തിരുവിലങ്ങാട് ശാസനം ചോളന്മാരുടെ കേരള ആക്രമണത്തെക്കുറിച്ച് വിവരം നൽകുന്ന ശാസനം. പഴശുരാമൻ മഴയെറിഞ്ഞ് കേരളമുണ്ടായി എന്ന ഐതിഹ്യം പ്രതിപാദിക്കുന്ന ശാസനവും തിരുവിലങ്ങാട് ശാസനമാണ്. തിരുമണ്ണൂർ ശാസനം താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ എന്നിവിടങ്ങളിലെ ജൈന മന്ദിരങ്ങൾക്ക് നൽകിയ ദാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനമാണ് തിരുമണ്ണൂർ ശാസനം. തരിസാപ്പള്ളി ശാസനം AD 849 തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിപ്പിച്ചത് സ്ഥാണു രവിവർമ്മ. തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ. മാർ സബീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നത് തരിസാപ്പള്ളി ശാസനത്തിലാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ആദ്യ പ്രമാണം തരിസാപ്പള്ളി ശാസനമാണ്. തരിസാപ്പള്ളി ശാസനം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് സിറിയൻ ക്രിസ്ത്യൻ പള്ളി, കോട്ടയം. പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ 5ാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമിദാനം കൊടുക്കുന്നതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും തരിസാപ്പള്ളി ശാസനത്തിലാണ്. കോട്ടയം ചെപ്പേട്, സ്ഥാണുരവി ശാസനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ അടിമത്തത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ ശാസനം ഹജൂർ ശാസനം. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുണന്തടക്കൻ. കലിവർഷം ഉപയോഗിച്ചിരുന്ന ശാസനമാണ് ഹജൂർ ശാസനം. പ്രാചീന വിദ്യാപീഠങ്ങളെക്കുറിച്ച് പരാമർശിച്ച ശാസനമാണ് ഹജൂർ ശാസനം. വാഴപ്പിള്ളി ശാസനം രാജശേഖരവർമ്മൻ. തരിസപ്പള്ളി ശാസനം സ്ഥാണു രവിവർമ്മ. പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണൻ. മാമ്പള്ളി ശാസനം ശ്രീവല്ലഭൻ കോത. ജൂതശാസനം ഭാസ്കര രവിവർമ്മൻ. മണലിക്കര ശാസനം വി കേരളവർമ്മൻ. തിരുവതി ശാസനം വീരരാമവർമ്മ. ചോക്കൂർ ശാസനം ഗോദരവിവർമ്മ. ഹജൂർ ശാസനം കരുണന്തടക്കൻ.